Good afternoon to all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Yeah. Okay. Good afternoon, ma'am. Prayer ഞാനാണ്. Okay. സരിത. Start ചെയ്തോളൂ കേട്ടോ. Okay. And then? Scott ഞാനാണ്. Okay. If you are brave enough to say goodbye, life will reward you with a new hello. Paulo Coelho. Then signing. മാം ഇന്ന് സൈൻ ഇൻ ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു പാട്ട് പാടാനൊന്നും അറിയില്ല, ക്ഷമിക്കണം. Okay. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്ത് ഓടിക്കളിച്ചില്ലേ ഈ നമ്മളെ ഒന്നിച്ചുണർന്നീലേ ഒന്നിച്ചുറങ്ങീലേ ഒന്നിന്നറിഞ്ഞീലേ ഈ നമ്മൾ എന്നാളും ഈ നമ്മൾ പിരിയണമെന്നാലോ കയ്യൊപ്പു നൽകാതെ പിരിയണമെന്നാലോ മറന്നൊന്നു പോവാനാകുമോ ഓർമ്മകൾ വേണ്ടും ഈ നല്ല തീരത്ത് ഓടിക്കളിച്ചില്ലേ ഈ നമ്മളെ. താങ്ക് യു. Okay. മൃദുല, നല്ല പാട്ടായിരുന്നല്ലോ. എന്തൊക്കെയോ ഉദ്ദേശിച്ച് പാടിയ പോലെയുണ്ട്. അതെ മാം, വ്യക്തമായ ഉദ്ദേശത്തോടെയാണ്. Okay. So ഇന്ന് പ്രത്യേകിച്ച് ക്ലാസ് മിസ്സേ ഒരു മിനിറ്റ്. ഞാനൊന്ന് ലെഫ്റ്റ് ആവണ്ട കേട്ടോ. ഞാൻ വീട്ടിലെത്തിയിട്ടേ കയറുള്ളൂ. ഞാൻ ബാങ്കിലാണ്. അവിടെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ സൈഡില് പോയി നിന്നിട്ട് അവിടുന്ന് പ്രയർ ചെയ്തത്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്നും പറയൂ, എന്നിട്ട് പിന്നെ പറ്റലില്ല. അപ്പൊ ഞങ്ങളുടെ ഒഴിഞ്ഞു നിന്നതാണ്. ഞാൻ ഫീസ് അടയ്ക്കാൻ വേണ്ടിട്ടേ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അത് അടയ്ക്കാൻ വേണ്ടിട്ട് നെഫ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് ബാങ്കിലേക്ക്. കൊള്ളാം. ഓക്കെ, അപ്പോ ഇന്ന് പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ കൊടുക്കുന്നില്ല, ഇന്ന് കുറച്ച് സംസാരിക്കാം. ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ ഇനി എന്റെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ചിലപ്പോ മൺഡേ കയറാം അല്ലെ എന്ന് പറഞ്ഞിരുന്നാണ്. സോ ഇത് എന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇനി ഞാൻ കയറില്ല, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇംഗ്ലീഷ് ക്ലാസ് എല്ലാം കഴിഞ്ഞു, പോർഷൻസ് എല്ലാം എടുത്തു, എക്സാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഫോണിക്സ് എടുത്തു, എല്ലാം കഴിഞ്ഞു. എനിക്ക് പറഞ്ഞ എന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ? എനിക്ക് ഞാൻ മറക്കാറില്ല കേട്ടോ. ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ ഒരിക്കലും മറക്കാറില്ല. എല്ലാവരും എന്ത് പേടിച്ചാണ് ക്ലാസ്സിൽ വന്നിരുന്നത് അല്ലെ? ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. സോ എങ്ങനെയാണ് ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെയായിരിക്കുന്ന ആ ഒരു ടെൻഷനിലൂടെയാണ് എല്ലാവരും ക്ലാസ്സിൽ വന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്തത്. അത് എന്നോട് പറയുകയും ചെയ്തു, ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അല്ലെ, സംസാരിക്കാൻ അറിയാം, അല്ല എഴുതാനും വായിക്കാൻ അറിയാം, പക്ഷെ സംസാരിക്കാൻ അറിയില്ല, ഫ്ലുവൻസ് അല്ല, ഗ്രാമർ അറിയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പൊ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ലാസ്റ്റ് മൊമെന്റ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പറയൂ, കേൾക്കട്ടെ. ഒന്നും പറയാനില്ലേ?
ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ റെഡി ആക്കി വെച്ചിരിക്കുകയാണ്. എന്നെ ഗ്രാമർ പഠിപ്പിച്ച് അശ്വതി മാമിനോടൊപ്പം എന്ന് പറഞ്ഞിട്ട് വേണം എനിക്ക് മാമിന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാൻ. മാം ക്ലാസ് എനിക്കങ്ങനെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് മാമിന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് ഒരു അഭിപ്രായവും തോന്നിയിരുന്നില്ല. ഇതെങ്ങനെ മനസ്സിലാവാനാണ്. ഇതിനു മുമ്പ് പല ക്ലാസ്സും അറ്റൻഡ് ചെയ്തു, എന്നിട്ടൊന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല, പഠിച്ചിട്ടുമില്ല. ഇനി എങ്ങനെ മാം ഈ ഓൺലൈൻ വഴി പഠിപ്പിക്കും എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ, ഡൗട്ടുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓപ്പണായി പറയാണ്, ഗ്രാമർ ഞാൻ പഠിച്ചത് ഈ ഒരു ക്ലാസ്സിലൂടെയാണ്. അപ്പോ ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് മാമിനോട്. അത് എനിക്ക് പഠിക്കാൻ പറ്റി. പക്ഷെ കുറെ കാര്യങ്ങൾ ഇനിയും പഠിക്കണം, ഇനിയും ചെയ്യണം, ഇനിയും കുറെ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ എനിക്ക് പിന്നീട് തോന്നാൻ തുടങ്ങിയിട്ടുള്ളതും ഇപ്പൊ ഈ ക്ലാസ്സിലൂടെയാണ്. അതും മാമിന്റെ തന്നെ ഒരു ക്രെഡിറ്റ് ആണ്. ഇനിയും പഠിക്കണം എന്ന്, ഇംഗ്ലീഷ് ഇതൊന്നും പോരാ, ഇനിയും നല്ലപോലെ പഠിച്ചാൽ മാത്രമേ നമുക്ക് പറ്റൂ എന്നുള്ള ഒരു ബേസ് മാമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇംഗ്ലീഷ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം ഒരു ബിഗിനിങ് സ്റ്റാർട്ട് ഇട്ട് തന്നിട്ടുണ്ട് ഞാൻ, അല്ലെ? ഒരു നീ കുറച്ചും കൂടെ അല്ല, നന്നായിട്ട് ഇനി അത് കുറച്ചുകൂടെ എഫോർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് കിട്ടും. ഷുവർ ആണ് കേട്ടോ. ഒരിക്കലും ഈ ടച്ച് കളയാൻ പാടില്ല. നമ്മൾ അത്രയും നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഒരിക്കലും നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇനി വരാൻ പാടില്ല കേട്ടോ. അത് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, ഇനി എന്നാ നമ്മൾ മീറ്റ് ചെയ്യാം? കോൺവെക്കേഷന് മീറ്റ് ചെയ്യോട്ടെ. എല്ലാവരും കോൺവെക്കേഷന് വരാം. ഇനിയിപ്പോ എനിക്കിത് പറയാനുള്ളൊരു അവസരം എനിക്ക് കിട്ടില്ല. എല്ലാവരും കോൺവെക്കേഷന് വരാം. അപ്പൊ നമുക്ക് മീറ്റ് ചെയ്യാം, സംസാരിക്കണം കേട്ടോ. വന്ന് എന്നോട് സംസാരിക്കണം. എനിക്ക് നിങ്ങൾ ആരെയും അറിയില്ല കേട്ടോ, നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ, സോ എന്നോട് വന്ന് പറയാം. ഞാൻ കാണുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയാണ് ഞാൻ സബീനയാണെന്ന് പറഞ്ഞാൽ കുറച്ചു നേരം മിണ്ടാതൊക്കെ നിൽക്കും, സ്റ്റക്കായിട്ട് നിൽക്കും. പക്ഷെ എനിക്ക് അറിയാം നിങ്ങളെ, അതായത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾ അറിയാം എനിക്ക്. അപ്പൊ കോൺവെക്കേഷന് വരുമ്പോ കുറച്ച് നന്നായിട്ട് ആക്റ്റീവായിട്ട് വരാം. എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ സാറ്റർഡേ ഞങ്ങൾ 8th കോൺവെക്കേഷൻ ആയിരുന്നു. സോ അത് എപ്പോഴും മോണ്ടിസോറി കോൺവെക്കേഷൻ ആണ് എല്ലാ സ്റ്റുഡൻസിന്റെയും പെർഫോമൻസ് ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാവർക്കും MT-കാരുടെ ഒരു എക്സ്പെക്ടേഷൻ ആണ് അവർ വരുമ്പോ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷ ഉണ്ടാകും. സോ എല്ലാവരും എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. ഡാൻസോ പാട്ടോ എന്തെങ്കിലും ആകട്ടെ. ഓക്കെ, എല്ലാവരും മസ്റ്റ് ആയിട്ട് ആ ഒരു മൊമെന്റ് നിങ്ങൾ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഞാനിത് ചുമ്മാ പറയുന്നതല്ല. കഴിഞ്ഞ എല്ലാ കോൺവെക്കേഷനും ഞാനിത് കേൾക്കുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു കോൺവെക്കേഷൻ ഞാൻ പറഞ്ഞ സാറ്റർഡേ കോൺവെക്കേഷൻ ആയിരുന്നു. അവര് കഴിഞ്ഞ് പോയപ്പോ അവര് പറഞ്ഞ എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് അല്ലാതെ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. കാരണം ആ ഒരു മൊമെന്റിന് വേണ്ടി അവർ ഒരുപാട് വെയിറ്റ് ചെയ്തു. എക്സാം കഴിഞ്ഞു, പിന്നെ അവര് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയത് ഓരോ പ്രോഗ്രാംസിന് വേണ്ടിയാണ്. ആ ഒരു ദിവസം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്കത് വിശ്വസിക്കാനും പറ്റില്ല. ഭയങ്കര വിഷമമായിരുന്നു. ആ ഒരു മൊമെന്റ് ഒരിക്കലും മറക്കില്ല. അത്രയും നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ഈ കോൺവെക്കേഷൻ എന്ന് പറയുന്നത്. അത് മസ്റ്റ് ആയിട്ടും എല്ലാവരും വരാം. ഓക്കെ, ഒരു ചാൻസും ഞാൻ പറയാറുണ്ട്, കിട്ടുന്ന ചാൻസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കരുത്, മിസ്യൂസ് ചെയ്യരുത്. എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാ നിമിഷവും നമുക്ക് നല്ലൊരു ഓർമ്മകളാണ്. ഓക്കെ, ഇപ്പൊ മൃദുല പാട്ട് പാടിയ പോലെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഒരു ഓർമ്മയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഈ ഒരു 1 വീക്ക് മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ, ശരിയല്ലേ? സോ ഇതും കഴിഞ്ഞു. ഇനി 12:30 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓർമ്മകൾ മാത്രമാണ് എല്ലാനും. അതുകൊണ്ട് നല്ല നല്ല ഓർമ്മകൾ ഇനിയും ഉണ്ടാകും. സോ എല്ലാത്തിനും സ്മാർട്സിനോടൊപ്പം എല്ലാത്തിനും ഉണ്ടാവാം. കോൺവെക്കേഷന് വരാം, നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് പോവാം. ഓക്കെ, പിന്നെ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിക്കാം. എക്സാമിന് ഒരിക്കലും ടെൻഷൻ അടിക്കാൻ പാടില്ല കേട്ടോ. എക്സാം ഒക്കെ നടക്കും. എക്സാമിന്റെ മാർക്കൊന്നും അല്ല നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ആദ്യം മനസ്സിലാക്കാം. എക്സാമിന് ജയവും തോൽവിയൊക്കെ ഉണ്ടാകും. അതുപോലെ മാർക്ക് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. സോ അതൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇംഗ്ലീഷ് നിങ്ങൾ എത്രത്തോളം പഠിച്ചു അല്ലെ? നിങ്ങൾക്ക് 100-ൽ 100 കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ലാതെ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കല്ല. ഒരിക്കലും ആ മാർക്കിൽ നിങ്ങൾ വിലയിരുത്താൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു, എനിക്ക് മാർക്ക് കൂടി എന്നൊന്നും ആരും ചിന്തിക്കേ വേണ്ട. അത് നമ്മുടെ ലൈഫിൽ ഒരു പാട്ടാണെന്ന് മാത്രം മനസ്സിലാക്കുക. നമ്മൾ ഇത്രയും പഠിച്ചല്ലോ, നമുക്ക് ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, സബ്ജക്ട് വൈസ് അല്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ശരിയല്ലേ? ഓരോ ടീച്ചേഴ്സും പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അവർ തരുന്ന ഓരോ അഡ്വൈസ് ആയിക്കോട്ടെ, അവർ പറയുന്ന ക്ലാസ്സിൽ പറയുന്ന എന്ത് ഇൻഫർമേഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ എല്ലാനും അറിവുകളാണ് അല്ലെ? അപ്പൊ
ഒരുപാട് മാറി അല്ലെ. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ ഞാൻ, നിങ്ങൾ വരുന്ന ടൈമിലെ സ്റ്റുഡൻസ് ആണോ ഇപ്പൊ നിങ്ങൾ പോകുമ്പോ? ആണോ? സബ്ജക്ട് വൈസ് അല്ല, നിങ്ങൾ സബ്ജക്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആസ് എ പേഴ്സൺ നിങ്ങൾ ഒരുപാട് മാറിയില്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ശരിയാണോ? ഒരുപാട് മാറ്റമുണ്ട്, ഒരുപാട് മാറ്റം. വന്ന ആൾക്കാരെ ഇല്ല നിങ്ങൾ പോകുമ്പോൾ. എല്ലാ MT സ്റ്റുഡൻസും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ വന്ന പോലെ എല്ലാം മിസ്സേ പോകുന്നേന്നാ പറയുന്നത്. അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ലൈഫില് എന്താണ്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നവരുണ്ടാകാം അല്ലെ. അങ്ങനെയുണ്ട്, ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാട് പേരെ കഥകൾ കേൾക്കുന്നതാണ് ഞാൻ. സോ അങ്ങനെയുണ്ട്. സോ അവർ എന്തെങ്കിലും അവർ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഈ മോണ്ടിസോറി കോഴ്സിലൂടെ ആയിരിക്കാം ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് മെന്റലി ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ഡിസിഷൻസ് എടുക്കാനും പറ്റുന്നതൊക്കെ നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് അല്ലെ, ആ സ്ട്രെങ്ത് കിട്ടാനും ചിലപ്പോൾ കാരണമായത് ഈ മോണ്ടിസോറി കോഴ്സും ഒക്കെ ആയിരിക്കാം. അങ്ങനെയും ഒരുപാട് മാറ്റങ്ങൾ വന്നവരുണ്ട്. സോ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ. നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആണ് കേട്ടോ, അതൊരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആണ്. സോ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഈ അടുത്ത ഒരു അധ്യയന വർഷം തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ എന്ന് ഞാൻ എന്റെ പ്രാർത്ഥനയുണ്ട്. എല്ലാ ടീച്ചേഴ്സിന്റെയും പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അനുഗ്രഹവും പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാകും. സോ എപ്പോഴും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. നല്ലൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് നല്ല എന്റർടൈൻ ചെയ്ത് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചറായിട്ട് മാറാം. ഓക്കെ, ഒരു ഫേവറേറ്റ് ടീച്ചറായിട്ട് മാറാൻ സാധിക്കട്ടെ എല്ലാവർക്കും കേട്ടോ. ഓക്കെ, പിന്നെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടാവും. ഇങ്ങനത്തെ ഒരു ചാൻസ് എനിക്ക് കിട്ടില്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. പെട്ടെന്ന് ചിലപ്പോൾ തിരക്കാരായിരിക്കാം, ഹരിപറി ആയിരിക്കാം. സോ എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ ഈ ഒരു 10 month അല്ലെ, ആ ഡ്യൂറേഷനിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്? സോ യു ക്യാൻ ഷെയർ ഇറ്റ് നൗ. അതൊന്നും പറയാനില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. നന്നായിരുന്നു മാം. 10 മാസത്തെ കാലയളവ് ഞാൻ പറഞ്ഞ 12:30 തൊട്ട് 1:30 വരെയുള്ള സമയം. ഇനിയിപ്പോ ഈ ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ അത് മിസ് ചെയ്യും. അത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മള് 12:30 ആകാൻ വേണ്ടി ഇപ്പൊ നമ്മളിപ്പോ ഞാനൊക്കെ പുറത്താണ്, വീട്ടിലൊന്നും എത്തിയിട്ട് പോലും ഇല്ല. പക്ഷെ എങ്കിലും നമ്മൾ ആ ക്ലാസ്സിൽ കയറണമല്ലോ എന്നോർത്ത് പുറത്ത് എവിടെ പോയാലും അങ്ങനെ മിക്ക ഒരു ക്ലാസ്സിൽ കയറാറുണ്ട്. ക്ലാസ്സിൽ എന്താ നടക്കുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടി മാത്രം. പക്ഷെ അത് ശരിക്കും മിസ് ചെയ്യും ക്ലാസ് കഴിയുമ്പോൾ. അതായത് നമ്മൾ റെക്കോർഡ് ക്ലാസ് കാണുന്നവരെ കാര്യം അറിയില്ല. ഞങ്ങൾ ഈ ലൈവ് ക്ലാസ്സിൽ കയറുന്നവർക്ക് അത് നന്നായിട്ട് മിസ് ചെയ്യും. ടീച്ചേഴ്സിനെ, ഇവിടുന്ന് കിട്ടിയ ഫ്രണ്ട്സിനെ ഒക്കെ നന്നായിട്ട് മിസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കൽ ക്ലാസ്സിലാണ് പോയത്. മെറ്റീരിയൽസ് തൊഴണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും ഈ ഓൺലൈനിൽ ഇരുന്ന് കാണുന്ന ഈ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ടീച്ചേഴ്സിനെയും കാണാൻ പറ്റുന്നവരെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ശരിക്കും പറഞ്ഞ പ്രാക്ടിക്കലിന് പോയത്. രണ്ടാമതാണ് ഞാൻ മെറ്റീരിയൽസിന്റെ കാര്യം പറയുന്നത്. പക്ഷെ എനിക്ക് എല്ലാവരെയും കാണണം എന്നുള്ള, അന്ന് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളെങ്കിലും അശ്വതി മിസ്സിനെയും മൈൽ റോസ് മാമിനെയും കണ്ടില്ല. ബാക്കി ഉള്ളവരെയും കണ്ടു, ബാക്കി ഫ്രണ്ട്സിനെ കണ്ടു. ചിലരൊക്കെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട് റെക്കോർഡഡ് ക്ലാസ് കാണുന്ന ചിലര്, അവരെ ഒന്നും പരിചയമില്ല. അങ്ങ് പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ ഉണ്ടല്ലോ എന്ന് മനസ്സിലായെങ്കിലും എല്ലാരെയും കാണാൻ പറ്റി. കുറെ അറിവുകൾ കിട്ടി ഇതിൽ നിന്ന്. ഇപ്പം നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമല്ലോ, ടീച്ചേഴ്സ് കയറി കഴിഞ്ഞാൽ അത് മാത്രമല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ മിസ് ഇപ്പൊ പറഞ്ഞൊന്നും ഞാൻ ഫുള്ള് കേട്ടില്ല, ഞാനിപ്പോ കേറിയതേ ഉള്ളൂ. എങ്കിലും പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒത്തിരി കാര്യങ്ങൾ നമുക്കൊരു ടീച്ചർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നല്ലോ. അപ്പൊ അതൊക്കെ തന്നെ വലിയ കാര്യങ്ങളാണ്. നമ്മള് ഇനി ഒരു ടീച്ചറായിട്ട് പോകുമ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ലൈഫില് അത് ഉൾക്കൊണ്ട് നമ്മൾ കുട്ടികളുടെ അടുത്ത് പെരുമാറും. എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പം മിസ്സിനൊക്കെ വളരെയധികം താങ്ക് യു. പിന്നെ സംസാരിക്കാനൊക്കെ അവസരം തരുന്നുണ്ടല്ലോ, ഇംഗ്ലീഷിലല്ലെങ്കിൽ കൂടി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മിസ് ഇങ്ങനെ ഓരോ ടോപ്പിക് എന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾക്കുള്ള സ്റ്റേജ് ഫിയർ മാറണം എന്ന് പറഞ്ഞ പോലെയാണ് ഈ വലിയവർക്കുള്ള ഇങ്ങനെ സംസാരിക്കൽ. ഇതിൽ തന്നെ പലരും എനിക്ക് പേഴ്സണലി അറിയാം, സംസാരിക്കാൻ ഒരു വാക്ക് പോലും സ്കൂളിൽ പോയാൽ പോലും, കുട്ടികളുടെ സ്കൂളിൽ പോയാൽ പോലും ഒരു വാക്ക് ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പറ്റാത്ത പലരും നമ്മുടെ ബാച്ചിലൊക്കെ ഉണ്ട്.
പക്ഷെ ഇതിൽ വന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ സ്കൂളുകളിലൊക്കെ പോയി സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയണവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വലിയൊരു സന്തോഷമാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് കിട്ടി. അതിന് എല്ലാ ടീച്ചേഴ്സിനോടും നന്ദി, ഫ്രണ്ട്സിനോടും. ഓക്കെ, എല്ലാവരും ചിന്തിക്കുമ്പോ ഓൺലൈൻ ക്ലാസ് അല്ലേ എന്ന് ചോദിക്കുമ്പോ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ എന്നാണ് അത് ചിന്തിക്കുക. പക്ഷെ ആ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും അത് ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ടീച്ചേഴ്സ് ആയിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അത് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നതിൽ അപ്പുറമാണ് അല്ലെ. ഓഫ്ലൈൻ പോലെ തന്നെയാണ് നമ്മൾക്ക് ഈ ഓൺലൈൻ ക്ലാസ്. അത് എനിക്ക് അതെല്ലാ ബാച്ചും അങ്ങനെയാണ് കേട്ടോ. കാരണം ഇപ്പൊ ഈ ക്ലാസ്സിൽ പൊതുവെ സ്റ്റുഡൻസ് കുറവാണ്, പക്ഷെ എനിക്ക് വേറെ ബാച്ചിലൊക്കെ അത്യാവശ്യം നല്ല സ്റ്റുഡൻസ് ഉണ്ട്. സോ അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സ് ആയിട്ടാണെങ്കിലും. ശരിക്കും നിങ്ങൾ ശരിക്കും ഒരു ടീച്ചർ ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ ടീച്ചറായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു ഫ്രണ്ട്ലി ബോണ്ടിങ്ങും കൂടിയാണ് എല്ലാ ടീച്ചേഴ്സും കൂടെ, അല്ലെ? ശരിയല്ലേ? ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഫുള്ള് എല്ലാ ക്ലാസ്സിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു ബോണ്ടിങ് എപ്പോഴും ഉണ്ടാവാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളും ഒരു ടീച്ചറാണ്. സോ ഇതെല്ലാം മാക്സിമം അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാന്നല്ല ഞാൻ പറയുന്നത്, അല്ലെ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെ ഒരു ടീച്ചർ ആകണം എന്നൊരു. സോ അത് മാക്സിമം ഫോളോ ചെയ്യാം. ഓക്കെ. പിന്നെ പേടി, നമുക്ക് നമ്മുടെ ലൈഫിൽ ഈ പേടി, ടെൻഷൻ ഇതുകൊണ്ടൊന്നും ലൈഫ് ഒന്നും നേടാനില്ല കേട്ടോ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഈ രണ്ട് സാധനം കൊണ്ട് നമുക്ക് ലൈഫിൽ ഒന്നും കിട്ടില്ല. ഒന്നും കിട്ടില്ല. ഒരുപാട് റിഗ്രറ്റ് കിട്ടും, അല്ലെ? ഇത് ചെയ്യണമായിരുന്നു എന്ന് പിന്നീട് ഓർത്ത് ഒരു കുറ്റബോധം വരും. അതല്ലാതെ രണ്ടിനെയും കൊണ്ട് ഒരു ഉപകാരമില്ല. അത് ആദ്യം മനസ്സിലാക്കാം. അതുപോലെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു ചിന്തയില്ല. ഇത് മൂന്നും ഇങ്ങനെ കൊണ്ടുനടക്കുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ ഒന്നും നേടില്ല. ചുമ്മാ വീട്ടിലിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല കേട്ടോ. ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. ആകെ ഒരു ലൈഫേ നമുക്കുള്ളൂ. അത് ഈ ടെൻഷനും പേടിയും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്നേ പോകും. നമുക്ക് അതല്ല വേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നമുക്ക് വേണം, അല്ലെ? നമ്മൾ എൻജോയ് ചെയ്യണം, നമ്മൾ ഒരുപാട് സന്തോഷിക്കണം, ഓരോ മൊമെന്റും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് ആലോചിക്കും. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, അത് ഫോളോ ചെയ്യാം. ഓക്കെ. ക്ലാസ്സിൽ ഞാനിപ്പോ നിത്യ പറഞ്ഞ പോലെ സംസാരിപ്പിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ സംസാരിക്കില്ല എന്ന് എനിക്ക് അറിയാം. പക്ഷേ മലയാളത്തിലാണെങ്കിലും സംസാരിക്കാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എല്ലാം മാറാൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങേണ്ടവരാണ്, ടീച്ചറായിട്ട് വർക്ക് ചെയ്യേണ്ടവരാണ്, ഒരുപാട് ആളുകളായിട്ട് നമ്മളൊന്ന് മിങ്കിൾ ചെയ്യേണ്ടവരാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് വേണം, അല്ലേ? നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം. അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ടീച്ചർ ആകാനും നല്ലൊരു വ്യക്തിത്വം ആകാനും പോലും പറ്റൂ കേട്ടോ. അതുകൊണ്ട് ടെൻഷനോ പേടിയോ ഇതെല്ലാം മാറ്റിവെക്കാം. ഓക്കെ. ലൈഫിൽ അതൊന്നും വേണ്ട. നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അതൊന്നും ബോധർ ചെയ്യുന്ന ആളല്ല കേട്ടോ. എനിക്ക് നല്ലതെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ എങ്ങനെയായിരുന്നു എന്തോ അങ്ങനെയൊന്നുമില്ല മേഡം. ക്ലാസ്സിനേക്കാൾ ഉപരി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ ആയിട്ട് തോന്നാറുണ്ട്. അപ്പൊ കുറച്ചും കൂടെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടാറുണ്ട്. ഇടയ്ക്ക് ക്ലാസ് ഒക്കെ അല്ലാതെ ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഇൻസ്പയർ ചെയ്യണ ഓരോന്ന് പറയുമ്പോഴേ നമുക്കൊരു എനർജി ഒക്കെ കിട്ടാറുണ്ട്. മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് തോന്നാറുണ്ട്. ഇത് മോട്ടിവേഷൻ ആണെന്ന് വെച്ചാൽ എന്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ ഈ ടെൻഷനും എനിക്ക് ഭയങ്കര പേടി, പിന്നെ എന്താണ് അവരെന്ത് വിചാരിക്കും, ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്റെ സന്തോഷമല്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ മണ്ടത്തരാണെന്ന് എനിക്ക് ജോലിക്ക് ഞാൻ വന്നേ പിന്നെയാണ് ഒരുപാട് മാറ്റങ്ങൾ എന്റെ ലൈഫിൽ വന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ എനിക്ക് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ. ആ ഒരു പ്രൊഫഷനിലേക്ക് എത്താനും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. മീൻസ് എനിക്ക് എന്റേതായ ഒരു പേടിയും ടെൻഷനൊക്കെ ഞാൻ മാറ്റിയതിന് ശേഷമാണ് ഞാനൊരു ജോലിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ എന്താവണം എന്ന് വെച്ചാൽ ടീച്ചർ ആകണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സോ അതിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്റെ ഒരുപാട് സ്വഭാവങ്ങൾ ഞാൻ മാറ്റി. മീൻസ് എനിക്ക് പേടിയായിരുന്നു, എല്ലാവരും ഫേസ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. അതൊക്കെ ഞാൻ മാറ്റിയതാണ്. അതൊക്കെ ആലോചിച്ചു, ഇതൊക്കെ ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരവില്ല. എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ, അല്ലെ? പക്ഷെ ഞാൻ എന്റെ പേടി മാറ്റി ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന സന്തോഷമാണ്. നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളവർ സന്തോഷിക്കാണ്, അല്ലെ? നമ്മുടെ ഫാമിലി അടക്കം ഒരു സന്തോഷം കിട്ടുകയാണ് നമുക്ക്. അപ്പോ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ അതല്ലേ നല്ലത്, അല്ലെ? മറ്റുള്ളവർ ഒരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഹേർട്ട് ചെയ്യാതിരിക്കുക.
സന്തോഷിപ്പിക്കുക. പക്ഷെ അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ സന്തോഷിക്കാൻ കളയാൻ പാടില്ല കേട്ടോ. അതുമുണ്ട്. നമ്മൾ സന്തോഷിക്കുക, നമ്മൾക്ക് നമ്മൾ മാത്രമേ വരൂ കേട്ടോ. ഓക്കെ, നമ്മൾ വന്നതും ഒറ്റയ്ക്കാണ്, പോകുന്നതും ഒറ്റയ്ക്കാണ്. ആ ഒരു എൻ്റെ ലൈഫ് നമ്മൾ ഒറ്റയ്ക്കാണ് ജീവിക്കേണ്ടത്. നമ്മൾ സന്തോഷം കണ്ടെത്തുക നമ്മൾ മാത്രമാണ്. വലിയ വലിയ കാര്യങ്ങൾ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ അല്ലെ. ആസ് എ വുമൺ അറിയാലോ നിങ്ങൾക്ക്, ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് നമുക്ക് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആരോടും നമ്മൾക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു സന്തോഷം നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതിരിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവ്സ് നമ്മൾ ചുറ്റും നെഗറ്റീവ്സ് എളുപ്പമാണ്, നെഗറ്റീവ്സിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലെ. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്, എനിക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആണ്. പക്ഷെ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയല്ലോ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആണ്. അപ്പൊ എപ്പോഴും നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ നോക്കാം, പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കുക, ലൈഫ് മൊത്തം പോസിറ്റീവ് ആയിരിക്കും, നമ്മൾ ഹാപ്പി ആയിരിക്കും. ഓക്കെ, കുട്ടികളെ പോലെ ഇരിക്കുക. കുട്ടികൾ എപ്പോഴും അവർക്ക് ടെൻഷൻ ഫ്രീ ആണ് അല്ലെ. നമ്മൾ ടെൻഷൻ അടിച്ചാൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നേ. മനസ്സിലായോ? മഴ പെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവിടുന്നേ നമ്മളിങ്ങനെ അല്ലേ, നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് വരാനുള്ളത് വഴി തെങ്ങില്ല എന്ന് പറയും അല്ലേ. സോ സംഭവിക്കാനുള്ളത് സംഭവിക്കുന്നത്, നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാലും അത് നടക്കും. പിന്നെ പ്രതീക്ഷിക്കാൻ പാടില്ല. എക്സ്പെക്ടേഷൻ നമ്മളെ വിഷമിപ്പിക്കാനേ അല്ലെ. എക്സ്പെക്ടേഷൻ നമുക്ക് സാഡ്നെസ് മാത്രമേ തരാറുള്ളൂ. പക്ഷെ ആഗ്രഹിക്കുക, അഡ്മയർ ചെയ്യുക, ആഗ്രഹിക്കുക, ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുക. ആഗ്രഹിച്ചതിനൊപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഷുവർ ആണ് കേട്ടോ. അതും എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയും, മാനിഫെസ്റ്റേഷൻ. നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, നമ്മുടെ ലൈഫിൽ സംഭവിച്ചു എന്ന രീതിയിൽ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്നു മുതൽ ആലോചിക്കുമോ, നിങ്ങളൊരു സ്കൂളിൽ പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു, ആസ് എ ടീച്ചറായിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുക. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ആ സിറ്റുവേഷനിലാണെന്ന് ഇമാജിൻ ചെയ്യുക എല്ലാ ദിവസവും. ഒരു ദിവസം അത് സംഭവിക്കും, ഷുവറാണ്. ഓക്കെ, ഞാനിത് മാനിഫെസ്റ്റേഷൻ അറിഞ്ഞിട്ട് ഞാൻ ആലോചിച്ച കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ പണ്ടൊക്കെ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഇപ്പൊ നടക്കുന്നുണ്ട്. അത് മാനിഫെസ്റ്റേഷൻ ആണ് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. സോ അതൊക്കെ ഇപ്പോ എന്റെ ലൈഫിൽ നടക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് ആഗ്രഹിക്കുക, അതിനൊപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലാണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷമാണെങ്കിൽ നമുക്ക് കിട്ടും, ഷുവറാണ് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ്, എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? 5 മിനിറ്റേ ഉള്ളൂ, ഞാനിപ്പോ പോകും. 1 മണിക്ക് അപർണ മിസ് ആണ് വരാം. ഹാഫ് ആൻ അവർ മാത്രമേ ഞാനുള്ളൂ. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി മാം അപ്പൊ തേഴ്സ്ഡേ ഉണ്ടാവോ? ഇല്ലല്ലേ, ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. എക്സാമിന്റെ തലേന്നപ്പോ വരില്ലേ മാം? അറിയില്ല, ഞാൻ എങ്ങനെയാ ഉറപ്പ് പറയാ, എനിക്കറിയില്ലല്ലോ. മാം അപ്പൊ ഈ 11th ചാപ്റ്റർ തൊട്ടുള്ള മോക്ക് ടെസ്റ്റ് ഒന്നും ഇല്ലല്ലോ, അത് വേണ്ടേ? 11th ചാപ്റ്ററിൽ മോക്കസ് തന്നിട്ടില്ല അല്ലെ? നാളെ അപ്ലോഡ് ചെയ്യാം. ഏതൊക്കെയായിരുന്നു? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പിൾ, ഫ്രൈസൽ വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്, അണ്ടർസ്റ്റാൻഡ്. അത് വേണ്ടല്ലോ 15 വരെ. പാർട്ടിസിപ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല കേട്ടോ. ചാപ്റ്റർ ഞാൻ എടുക്കാറില്ല. നമ്മൾ ടെൻസിനൊപ്പം പറഞ്ഞു പോയതാണ് പാർട്ടിസിപ്പിൾ. അത് വിട്ടേക്കും കേട്ടോ. ഡയറക്ട് സ്പീച്ചും ക്വസ്റ്റ്യൻ ടാഗും ഫ്രേസൽ വെർബും ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫ്രേസൽ വെർബ് ഒക്കെ ഞാൻ പറഞ്ഞത് മാത്രം എക്സാമിന് പഠിച്ചു വെക്കുക. അതെല്ലാം ഞാൻ എടുത്ത ക്ലാസ്, എക്സാമിന് ബേസ് ചെയ്തെടുത്ത ക്ലാസ്, അരട്ടോ ക്ലാസ് ഒന്ന് നന്നായിട്ട് കണ്ടതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരിക്കലും മറക്കാൻ പാടില്ല ഞാനിപ്പോ പറഞ്ഞത്. അത് കണ്ടതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാം. ടെൻഷൻ ഒടിക്കണ്ട, പറഞ്ഞതെല്ലാം ഫോളോ ചെയ്യാം. ഓക്കെ, എക്സാമിന് കുറച്ച് ദിവസം സ്റ്റഡി ലീവ് ഉണ്ടല്ലോ, ആ സമയത്തൊന്നും മിസ്സൊന്നും വരില്ലല്ലോ? നന്നായിരുന്നു. ഇനി എന്നെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. നോക്കൂ, നിങ്ങള് ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ അത്യാവശ്യമാണ്, ക്ലാസ് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആരോടെങ്കിലും ഡിസ്റ്റൻസിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്താല് പറ്റുവാണെങ്കിൽ ഞാൻ കയറി വരാം. അല്ലാതെ നമുക്ക് അല്ലാതെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ജിഷമിസിന്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾ ഓൾറെഡി കയ്യിലുണ്ടല്ലോ. സോ മിസ്സിനോട് ആരും പറഞ്ഞാലും മതി. ഇങ്ങനെയാണെങ്കിൽ ക്ലാസ് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വെക്കാം. ഓക്കെ, അത്യാവശ്യമാണെങ്കിൽ കേട്ടോ.
താങ്ക് യു മാഡം. ഈ ഒരു വർഷം ഞങ്ങളുടെ കൂടെ ക്ലാസ് എടുത്തിട്ടും മോട്ടിവേറ്റ് ചെയ്തിട്ടും ഞങ്ങളുടെ കൂടെ നിന്ന മാഡത്തിന് നല്ലത് മാത്രം വരട്ടെ, നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. താങ്ക് യു മാഡം. ഓക്കെ, ക്ലാസ്സിൽ എൻ്റർ ആയ സമയത്ത് എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ബോറിംഗ് ആയിരുന്നു ഇംഗ്ലീഷ് ക്ലാസ്. ഉള്ള കാര്യം പറയാം. അത് കഴിഞ്ഞ് പിന്നീടാണ് ഞങ്ങള് പതുക്കെ പതുക്കെ ടീച്ചറിനെയും പ്രണയിച്ചു തുടങ്ങി, ഇംഗ്ലീഷിനെയും പതുക്കെ പതുക്കെ പ്രണയിച്ചു തുടങ്ങി. ടീച്ചറിന്റെ സംസാര ശൈലി, ഞങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ് എല്ലാം ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും ജീവിതത്തില്. ഇനി ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാം മാം. അതായത് ദരിദ്രനായ ഒരു വ്യക്തി ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ടവനായത്, ഇത്രയും പാവപ്പെട്ടവനായതെന്ന്. അപ്പൊ ദൈവം പറഞ്ഞു, കാരണം നീ ദാനം ചെയ്യാൻ പഠിച്ചില്ല, അതുകൊണ്ടാണ് നീ ഇത്രയും ദരിദ്രനായതെന്ന്. അപ്പം ആ വ്യക്തി അതിശയത്തോടെ ദരിദ്രൻ ചോദിച്ചു, ഞാൻ എങ്ങനെ ദാനം ചെയ്യും, എന്റെ കയ്യിൽ അതിന് ദാനം ചെയ്യാൻ വല്ലതും ഉണ്ടോ, ഞാൻ ദരിദ്രനല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ദൈവം മറുപടി പറഞ്ഞു, നിന്റെ മുഖത്തിന് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പുഞ്ചിരി നൽകാൻ കാരണമായാൽ അതെല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കും. നിന്റെ ചുണ്ടിന് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നല്ല വാക്കുകൾ പറയാൻ പറ്റും. നിന്റെ കൈകൾ കൊണ്ട് ആശ്രയമില്ലാത്തവർക്ക് ഒരു ചെറിയ കൈസഹായം ചെയ്യാൻ, ഇതൊന്നും നിനക്ക് പറ്റുമായിരുന്നിട്ടും നീ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയും. മറ്റുള്ളവരെ നോക്കി നമ്മളൊന്ന് പുഞ്ചിരിക്കുക, അവർക്ക് നല്ല വാക്കുകൾ പറയുക, അവരെ നിരുത്സാഹപ്പെടുത്താതെ അവർക്ക് ജീവിതത്തിലേക്കുള്ള വഴികൾ തുറന്നു കാണിക്കാം. അങ്ങനെയുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ എല്ലാ വിജയവും ലഭിക്കും. സോ കീപ് സ്മൈലിംഗ്. ടീച്ചറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓക്കെ, സോ എന്താ ഇനി പറയാ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മിക്കവാറും അല്ലെ കുറച്ച് ഇമോഷണൽ ആയോ എല്ലാവരും? എനിക്ക് ഞാൻ കുറച്ച് സെൻഡ് ആവുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ആ ഒരു അല്ലെ 10 months ആ ഒരു അല്ലെ അത്രയും നാള് നമ്മൾ ഒരുമിച്ചായിരുന്നു. സോ അത്രയൊക്കെ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ കോൺവെക്കേഷന് മീറ്റ് ചെയ്യാം, എല്ലാരും വന്ന് സംസാരിക്കാം, നേരിട്ട് കാണാട്ടോ. ഓക്കെ, സോ താങ്ക് യു ഓൾ. ബൈ. താങ്ക് യു അശ്വതി മാം. താങ്ക് യു മാം.